നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ വന്ന സ്ഥലം മാറിപ്പോയി. നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടവരാ ഞാൻ. നിധി എന്നെ എത്ര തല്ലിയാലും ഞാൻ ക്ഷമിക്കും. വേറെ ആരെന്നെ തല്ലിയാലും ഞാൻ ക്ഷമിക്കില്ല. എന്നാ പിന്നെ ഇതുകൂടെ ഇരിക്കടാ. ഇറങ്ങി പോടാ. ഞാൻ പോവാം. പക്ഷേ ഇതിനൊക്കെ അനുഭവിക്കും നിങ്ങള്. ഞങ്ങളുടെ മരുമകളെ കുറിച്ച് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. കാര്യം നിധി എന്റെ ശത്രുവൊക്കെ തന്നെയാ. പക്ഷേ അവൾ ഒരിക്കലും ഗൗതമിനെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിധി ഗൗതമിനെ ചതിച്ചതിന് തെളിവുണ്ട്. എന്ത് തെളിവുകളാ? ഗൗതമിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞും ഞാനും ഇവളും തമ്മിൽ കാണാറുണ്ട്. ഇല്ല, 2 വർഷത്തിന് ശേഷം ഞാൻ ഇവനെ കാണുന്നത് ഇന്നലെയാ. സന്തോഷം നിധി. ഇന്നലെ നമ്മൾ തമ്മില് വീണ്ടും കണ്ടു എന്ന് നീ സമ്മതിച്ചല്ലോ. ഇന്നലെ ഹോസ്പിറ്റലിൽ ബ്ലഡ് നൽകാനെന്നും പറഞ്ഞ് ഇവള് വന്നത് എന്റെ അടുത്തേക്കാ. ഞങ്ങൾ ഇന്നലെ കണ്ടുമുട്ടിയതിന്റെ ഒരു സാമ്പിൾ വീഡിയോ ഞാൻ ഗൗതമിന് അയച്ചു കൊടുത്തിരുന്നു. എന്ത് വീഡിയോ? ഗൗതമിന്റെ ഫോൺ എടുത്ത് നോക്ക്, അതിലുണ്ട്. മിക്കവാറും ആ വീഡിയോ കണ്ട ഷോക്കിൽ വണ്ടി ഓടിച്ചത് കൊണ്ടാവും അയാൾക്ക് ആക്സിഡന്റ് പറ്റിയത്. ഇറങ്ങണോടന്ന്. എന്നെ ഇവിടെ ഇറക്കി വിടാൻ ഈ ഹോസ്പിറ്റലിൽ നിന്റെ പിതാവ് ഗോപിനാഥിന്റെ വകയാണോടാ? ഗൗതമിന്റെ ഫോൺ എവിടെ? എനിക്ക് ആ വീഡിയോ കാണണം. ഏട്ടന്റെ ഫോൺ എവിടുന്ന് തന്നിരുന്നു. ചാർജ് ചെയ്യാൻ വെച്ചിരിക്കേ ഇപ്പോ. പോയി എടുത്തോണ്ട് വാ. ആ ശരി ആന്റി. അവൻ പറഞ്ഞിട്ട് പോയത് സത്യമാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ തലവര ശരിക്കും മാറും. എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ നെഞ്ചെന്താ ഇങ്ങനെ മിടിക്കുന്നത്? മിഥുൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് എനിക്കറിയാവുന്നതല്ലേ. ഇനി നിന്നെ ഇവിടെയും കണ്ടുപോകരുത്. കൊള്ളക്കഥയും കൂടി ഞങ്ങളുടെ മുന്നിൽ വന്നാ അതോടെ നിന്റെ അവസാനമായിരിക്കും. നിങ്ങൾ എന്നെ തല്ലി എന്റെ ദേഹം നോവിച്ചവരെ ഇന്ന് വരെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നീ എന്ത് ചെയ്യും? ഞങ്ങളെ കൊല്ലോ? എങ്കിൽ വാടാ, കൊല്ലടാ. നിങ്ങളെ ഞാൻ കൊല്ലില്ല, പക്ഷേ കരയിക്കും. നിങ്ങളെ മാത്രമല്ല, ഈശ്വരമംഗലം കുടുംബത്തെ മുഴുവൻ കരയിക്കും. നെഞ്ച് തല്ലി കരയിക്കും. പോടാ ഭ്രാന്ത. അതെ, ഭ്രാന്തനാ ഞാൻ. മുന്നും പിന്നും നോക്കാനില്ലാത്തവൻ. നിങ്ങളെപ്പോലെ അല്ല. വേണ്ട, അവൻ എന്തെങ്കിലും പറയട്ടെ. നമ്മളെ ശല്യപ്പെടുത്താൻ സൂക്ഷിച്ചാ മതി. ഗൗതമിന്റെ മരണം കൊണ്ട് ഞാൻ എല്ലാവരെയും കരയിക്കും. മര്യാദയ്ക്ക് ജീവിച്ചിരുന്നവനാ ഞാൻ. എന്നെ വീണ്ടും ഇതിൽ കൊണ്ടുവന്ന് പെടുത്തി. ഇനി പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല. ഒരു വസുന്ധര വിചാരിച്ചാലും എന്നെ തടയാനാവില്ല. ഗൗതം ഗോപിനാഥിനെ ഞാൻ കൊല്ലും, ഒന്നിരിക്കും. ഇന്ന് ഏട്ടന്റെ ഫോൺ. ഞാൻ ആ ഫോൺ ആവശ്യപ്പെട്ടത്. ഫോൺ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കുക. അവന്റെ പാസ്വേഡ് എന്റെ ജന്മവർഷമാ, 1975. ആ, ചിലപ്പോ അവനൊന്ന് മാറ്റി എന്റെ പേരാക്കി കാണും. ഇനി അവൻ ഈ വഴിക്ക് വരില്ല. ശരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്.
ഇങ്ങിതാ ഞാൻ തുറക്കാം. NIDHI നിധി. ഇനി ആന്റി നോക്കിക്കോളൂ. ആ ഇതായിരിക്കും ആ വീഡിയോ. ആ പയ്യൻ വന്ന് പറഞ്ഞിട്ട് പോയത് സത്യമാണെന്ന് ഇതോടെ തെളിഞ്ഞു. ഇവൾ അവന്റെ ഭാര്യ തന്നെ ആയിരിക്കണം. ഇല്ലമ്മേ. കല്യാണം കഴിഞ്ഞിട്ടും ആ ബന്ധം തുടരുകയാ. ദേ ആന്റി, അനാവശ്യം പറയരുത്. നിങ്ങൾ ഈ കണ്ടതൊക്കെ ഫേക്ക് വീഡിയോ ആണ്. നിന്റെ മുഖം ഈ വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും കണ്ടതാ. ഇനി ഇത് ഫേക്ക് ആവണമെങ്കിൽ നിനക്ക് നിന്റെ അമ്മ പെറ്റ ഒരു ഇരട്ട സഹോദരി ഉണ്ടാവണം. അങ്ങനെയല്ല ആന്റി, ഇതെന്തോ ചതിയാ. എന്ത് ചതി? ചതിച്ചത് നീയാണ്. നീ ഇന്നലെ ബ്ലഡ് കൊടുക്കാനെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? അയ്യോ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ പോയത് ബ്ലഡ് കൊടുക്കാൻ തന്നെയാണ്. എന്നിട്ട് കൊടുത്തോ? ഇല്ല. ആ, പകരം നീ നിന്റെ ആദ്യ ഭർത്താവിനെ കാണാൻ പോയല്ലേ? ആന്റി, കാര്യം അറിയാതെ ഇങ്ങനൊന്നും പറയരുത്. മിഥുൻ എന്റെ ഒരു പഴയ പരിചയക്കാരനാ. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ അയാളെ കണ്ടതും. ഇതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ആ വീഡിയോയിൽ നീ അവനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയത്. അമ്മേ, അത് ഞാനല്ല. തോന്നിയതൊന്നുമല്ല, അതാണ് സത്യം. ഇവൾ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാ ഗൗതമിന് ആക്സിഡന്റ് പറ്റിയത്. ഇന്നലെ അവൻ കാർ ഓടിച്ചത് അങ്ങേയറ്റ മനോവിഷമത്തോടെയാ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയ കാലം മുതല് ഗൗതമിന്റെ പാസ്വേഡ് എന്റെ ജന്മവർഷമായിരുന്നു. അത് മാറ്റി ഇവളുടെ പേര് പാസ്വേഡ് ആക്കാൻ മാത്രം സ്നേഹം ഗൗതമിനുണ്ടായിരുന്നു. പക്ഷേ ഇവൾ അവനെ ചതിച്ചു. ഇല്ലമ്മ. മോളെ നിധി, നീ ഞങ്ങളെ ചതിച്ചോ? അയ്യോ ഇല്ല അങ്കിൾ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. സത്യമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആന്റി, ഫോണൊന്ന് തരോ? അയ്യോ. എക്സ്ക്യൂസ് മീ. യെസ് ഓഫീസർ. ഇന്നലെ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ബ്രേക്ക് പരാജയപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മകൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്ന് അന്വേഷിക്കണം സർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം? ആക്സിഡന്റ് നടക്കുന്നതിന് കുറച്ചു സമയം മുമ്പ് അവൻ അവന്റെ ഭാര്യയുടെ അബദ്ധ സഞ്ചാരത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. യെസ് ഇൻസ്പെക്ടർ, വിവാഹശേഷവും നിധിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ മനോവേദനയിലായിരുന്നു ഗൗതം. ഇതൊക്കെ നമ്മുടെ കുടുംബകാര്യ വസു. അതൊന്നും പോലീസിന് മുന്നിൽ വലിച്ചഴക്കേണ്ട. ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ. ഗൗതമിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിധിയെ ചോദ്യം ചെയ്യണം. അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന്റെ ഷോക്കില് ഗൗതം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണെങ്കിൽ ഇവളെ കേസിലെ 1-ാം പ്രതിയാക്കണം. മടിയിൽ കനമില്ലാത്ത ഞാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. എങ്കിലും ആന്റി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, ഗൗതം സാറിന് എന്നോട് ഒരു വിശ്വാസക്കുറവും ഇല്ല.
പിന്നെ ഇന്നലെ ഗൗതം സാറ് കാർ എടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എന്നോട് ഫോണിൽ സംസാരിച്ചതാണ്. മിനിറ്റുകളോളം അബദ്ധസഞ്ചാരിണിയായ ഒരു ഭാര്യയോട് ഒരു ഭർത്താവ് അങ്ങനെ സംസാരിക്കുവോ? സാറിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ചിലപ്പോ ഗൗതമിനെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് കഴിഞ്ഞു കാണും എന്ന് കരുതി മിഥുനും നീയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നില്ല. അതിന്റെ തെളിവും തെളിവോ? എന്ത് തെളിവ്? ഞാൻ കാട്ടിത്തരാം.